വികസനം, ഭക്തർക്ക് നല്ല സൗകര്യം, ഇതെല്ലാം ലക്ഷ്യം വെച്ചായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിലേറ്റവും പ്രധാനം അത് സംഗമത്തിന് ദേവസ്വം ബോർഡിലെ ഫണ്ട് ഉപയോഗിക്കരുത് എന്നതായിരുന്നു. അതിന് കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചത് സ്പോൺസർഷിപ്പിലൂടെ സംഗമത്തിനുള്ള പണം കണ്ടെത്തും എന്നായിരുന്നു. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. ഹൈക്കോടതിയെയും പറഞ്ഞു പറ്റിച്ചോ? ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം കമ്മീഷണറുടെ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചതിന്റെ തെളിവാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് കേരളത്തിന് മുന്നിലേക്ക് എത്തിച്ചത്. കോടി രൂപയാണ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് നൽകിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷന് നൽകേണ്ടത് 8.2 കോടി. 3 കോടി ദേവസ്വം കമ്മീഷണർ അനുവദിച്ചത് ദേവസ്വം സെക്രട്ടറിയുടെ കത്ത് പ്രകാരമാണ്. ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും പണം എടുക്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചത്. ദേവസ്വം കമ്മീഷണറുടെ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചതിന്റെ തെളിവാണിത് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ ഈ സ്ക്രീനിൽ കാണുന്നത്. കോടതിയെയും പറഞ്ഞു പറ്റിച്ചോ ദേവസ്വം ബോർഡ്? എന്താണ് കോടതിക്ക് ദേവസ്വം ബോർഡ് കൊടുത്തിരുന്ന വാക്ക്? കൊച്ചിയിൽ നിന്ന് ബിനിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതിയുടെ പിടിവീഴുമെന്നൊരു ഘട്ടമെത്തിയപ്പോഴാണ് സർക്കാരും ദേവസ്വം ബോർഡും ഈ പരിപാടിക്ക് ഞങ്ങളുടെ ഒരു നയാ പൈസ പോലും ചെലവഴിക്കില്ലെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പുകൊടുത്തത്. കാരണം ദേവസ്വം ഫണ്ടുകൾ ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. മറ്റൊരാവശ്യത്തിന് ഇത് ചെലവഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. തൽക്കാലത്തേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഊരിപ്പോകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിലപാട് സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് 7 കോടി രൂപയാണെന്നും ആ ഫണ്ട് സ്പോൺസർഷിപ്പ് വഴിയാണ് ലഭിക്കുകയെന്നും ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഒരു തരത്തിലുള്ള ബാധ്യതയും വരില്ല എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞിരുന്നത്. ആ വാക്കുകളിലേക്ക്. ഇപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യത നമുക്ക് വരാത്ത രൂപത്തിലുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡ് കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ഇവർ നീങ്ങിയിട്ടുണ്ട്. അത് പ്രസിഡന്റ് പറഞ്ഞു. പൊതുവിൽ അവര് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഒരു 7 കോടിക്കുള്ളിൽ നിൽക്കുന്നുള്ളതിലാണ് അവർ കണ്ടിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനോ ബോർഡിനോ ബാധ്യത വരാതെ ഇവിടെ ഇവരെ സഹായിക്കുന്ന ധാരാളം സ്പോൺസർമാരുണ്ട്. അവരെ വെച്ചിട്ടായിരിക്കും. അതെല്ലാം സുതാര്യമായിരിക്കും. കൃത്യമായി ആരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പരസ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ബോർഡ് അത് ചെയ്യും. ബോർഡ് നേരത്തെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഗമത്തിന് പണം നൽകിയ കമ്പനി ആരാണ്? ഇവരെന്താണ് ചെയ്തത്? സംഗമത്തിന് വേണ്ടി പണം കണ്ടെത്തിയത് സ്പോൺസർഷിപ്പിലൂടെയല്ലേ? പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന്. അയ്യപ്പ സംഗമം നടത്തിപ്പേൽപ്പിച്ച ഊരാളുങ്കലിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് 3 കോടി രൂപയാണ് ദേവസ്വം പണം നൽകിയത്. ഭക്തർ ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് നൽകുന്നതിലൂടെ അടക്കം ദേവസ്വം ബോർഡിനുണ്ടാകുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. ഈ ദേവസ്വം പണം എടുത്താണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പിനായി കൊടുത്തത്. അതായത് ഹൈക്കോടതിയെ പറ്റിച്ചു. ദേവസ്വം ബോർഡിന്റേത് കോടതി അലക്ഷ്യ പ്രവൃത്തിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവായി ഇവന്റ് നടത്തിയ IIC-യുമായി ഉണ്ടാക്കിയ ധാരണാപത്രപ്രകാരം ചെലവ് 8,22,42,147 രൂപയാണ്. 4,500 പ്രതിനിധികൾക്കായി 3 പന്തലുകൾ, ഏതാനും പ്രതിനിധികൾക്ക് താമസം, ഭക്ഷണം, പരസ്യം എന്നിവയടക്കം ഇത്രയും തുക വേണ്ടിവരുമോ എന്നത് മറ്റൊരു ചോദ്യം.